എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ മൂത്താന മോള് സിയാനാൻ്റെ മംഗല വീഡിയോ ആണ്. ഫസ്റ്റ് ബ്രൈഡ് ടു ബി ആണ്. അപ്പോൾ അതിനായിട്ട് പഴയ മോഡൽ ബ്രൈഡ് ടു ബി ചെയ്യാമെന്ന് വിചാരിച്ചത്. പഴയ കല്യാണം സ്റ്റൈൽ. അപ്പോൾ അതിനായിട്ട് ഒരു റേഡിയോ വേണം. ആ റേഡിയോ വാങ്ങാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട് ബുച്ചിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ബുച്ചിൻ്റെ അടുത്ത് നിന്ന് റേഡിയോ എടുത്തിട്ട് ഞാനും ജൂബിയും ഇപ്പോൾ തിരിച്ച് പോകുന്നുണ്ട്. കുറേ പണിയുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ റിക്ഷയിലാണ് വന്നത്, ഞാനും ജൂബി. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. കുറേ സാധനങ്ങൾ വേണം. സിയാനാനെ പണ്ടത്തെ മോഡൽ മണവാട്ടിയാക്കാനായിട്ട് കുറേ സാധനങ്ങൾ വേണമായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ റേഡിയോ എല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ബ്രൈഡ് ടു ബി. രാവിലെ ഞങ്ങൾ ഫുൾ ഓട്ടമായിരുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സെറ്റാക്കാൻ. അങ്ങനെ ഇപ്പോൾ സിയാനാനെ പഴയ മോഡൽ പുതിനാട്ടിയാക്കാനായിട്ടുള്ള സാധനങ്ങളിൽ ഞങ്ങൾ എടുത്തേക്കുന്നുണ്ട് ഒരു ട്രേയിൽ. ഇത് സാരി എൻ്റെ ആമാൻ്റെ സാരിയാണ്, കൈറോമാൻ്റെ സാരിയാണ്. ജൂബിൻ്റെ ഉമ്മാൻ്റെ ചീരാണിൻ്റെ സാരിയാണ്. പിന്നെ പണ്ടത്തെ മോഡൽ പുതിനാട്ടിയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ കുപ്പിവാളയും അങ്ങനത്തെ മാലയും എല്ലാം ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതെല്ലാം പഴയ മോഡൽ മാല, ഒപ്പനക്കെല്ലാം കിട്ടുന്ന അങ്ങനത്തെ മാല. പിന്നെ മുല്ലപ്പൂ ഞങ്ങൾക്ക് ഫ്രഷ് കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ തൽക്കാലം വാങ്ങിച്ച് അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് ട്രേയിൽ വെച്ചിട്ട് സിയാനക്ക് കൊടുക്കുന്നുണ്ട്. സിയാ റെഡി ആയിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട്. ബ്രൈഡ് ടു ബി ആണ് ആദ്യം. അപ്പോൾ സിയാന റെഡി ആയിട്ട് വരട്ടെ. ഞങ്ങളും പോയിട്ട് ഇപ്പോൾ സാരിയൊക്കെ, അപ്പോൾ ഞങ്ങളും പഴയ മോഡലിലാണ് ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ സിയാനക്ക് എല്ലാം കൊടുത്തിട്ട് ഞങ്ങളും റെഡിയാവാൻ പോയി. ഞങ്ങൾ പഴയ മോഡൽ ഒരുക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാനും ബൽക്കെല്ലാം പണ്ടത്തെ സാരിയാണ് ഉടുത്തിട്ടുള്ളത്. ഞാൻ ഉടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഉമ്മാൻ്റെ കല്യാണ സാരിയാണ്. അങ്ങനെ ഇപ്പോൾ പുതിനായിട്ട് റെഡി ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. സിയാനൻ്റെ ട്രാൻസിഷൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഒരുങ്ങിയ വീഡിയോ കാണിച്ചത്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാനുള്ള പ്ലാനെല്ലാം പൊളിഞ്ഞ്, കാരണം പുറത്തുനിന്ന് എടുക്കണം എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ നല്ല മഴ. എന്നാലും പറ്റുന്ന പോലെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. ഞങ്ങൾ കസിൻസിൻ്റെ വൈഫെല്ലായിട്ട് എല്ലാവരും പഴയ സാരി, പണ്ടത്തെ മോഡൽ സാരി പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ഉമ്മമാരും മുത്തമ്മ, ഇളയമ്മ, കുഞ്ഞ എല്ലാവരും പഴയ മോഡൽ സാരി തന്നെ എടുത്ത്. മംഗലത്തിൻ്റെ 3 ദിവസം മുന്നേ ആയിരുന്നു ബ്രൈഡ് ടു ബി വെച്ചത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ബ്രൈഡ് ടു ബിക്ക് പിള്ളേരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. പിന്നെ ചെറിയ പിള്ളേരും എല്ലാം ഞങ്ങളെ മക്കളെല്ലാവരായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. പിള്ളേർക്കൊന്നും അങ്ങനെ ഡ്രസ് കോഡൊന്നും ഉണ്ടായിട്ടാ. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തില്ല. എല്ലാവരും ഉണ്ട്, മൂത്തമാർ, കുഞ്ഞാർ, ഇളയമാർ, എല്ലാവരും മക്കൾ, മരുമക്കൾ, പുള്ളിമക്കൾ ഞങ്ങൾക്ക് എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഇങ്ങനെ എടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിയാന കേക്ക് കട്ടിങ്ങിനായിട്ട് വന്ന്. കേക്ക് ഉണ്ടാക്കിയത് ബൽക്കാണ്. എല്ലാം ഒരു പഴയ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോക്ക് ആ ഒരു കളർ കൊടുത്തതാണ്. പിന്നെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിച്ച്. പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു. മൂത്തമ്മാൻ്റെ പുരയിലായിരുന്നു, മൂത്താൻ്റെ പുരയിലാണ് ഉണ്ടായത്. മൂത്തമ്മ പായസം ഉണ്ടാക്കിയായിരുന്നു. പായസം കുടിച്ചെല്ലാവരും. പിന്നെ ഈ ബ്രൈഡ് ടു ബിക്ക് ഫ്രൂട്ടിയും പപ്സും ആയിരുന്നു ഫുഡായിട്ട് അറേഞ്ച് ആക്കിയത്. അതും എല്ലാവരും കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാനും ജൂബിയും അപ്പാൻ്റെ മോളും നിന്നിട്ട് ജസ്റ്റ് വീഡിയോ എല്ലാം എടുത്ത്. ജൂബിയും മോളും ഉമ്മാൻ്റെ മംഗല സാരിയാണ് എടുത്തത്. ഇതിലുള്ള ഒട്ടുമിക്ക എല്ലാവരും ഉമ്മാൻ്റെ മംഗല സാരി, അങ്ങനെ പണ്ടത്തെ സാരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് എല്ലാം എടുത്ത്. പിന്നെ ഞങ്ങളെല്ലാവരും കയ്യിലിങ്ങനെ മൈലാഞ്ചി എന്ന് പറയാൻ പറ്റില്ല, റെഡിമെയ്ഡ് കളറായിരുന്നു അത്. ഡാൻസിനൊക്കെ ഇടുന്നത് ഇട്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരേപോലെ കുപ്പികളൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ റീലെടുത്ത്. പിന്നെ കുറേ പാട്ടും എല്ലാം ആയിട്ട് അങ്ങനെ നല്ല രസമുണ്ടായിന്. പിന്നെ സിയാനാൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്.
അങ്ങനെ ഞങ്ങൾ ബ്രൈഡ് ടു ബി അടിച്ച് പൊളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തു. ഒരു കല്യാണം പോലെയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു ആ ഫാമിലി, ഞങ്ങളെ കൊള്ളോട്ട് ഫാമിലിയിലത്തെ എല്ലാവരും കൂടിയൊരു ബ്രൈഡ് ടു ബി ആയിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കാതൊരു ദുഃഖം വന്ന് സംഭവിച്ചു. ഞങ്ങൾ മൂത്താൻ്റെ വീട്ടിലായിരുന്നു ബ്രൈഡ് ടു ബി വെച്ചത്. അന്ന് രാത്രി ബ്രൈഡ് ടു ബിയും കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൂത്ത മരിച്ചു പെട്ടെന്ന്. നമ്മൾ വീടിൻ്റെയൊക്കെ അടുത്താണ് ഈ കല്യാണവും, അടുത്താണ് മൂത്ത അടുത്താണ് കല്യാണമുള്ള മൂത്താൻ്റെ വീട്, എല്ലാം അടുത്തടുത്താണ്. പ്രതീക്ഷിക്കാതെ നമ്മൾ മൂത്ത മരിച്ചുപോയി. പിറ്റേ ദിവസം ഞങ്ങൾ അത്രയും രാത്രി സന്തോഷിച്ചു. പിറ്റേ ദിവസം അത്രയും ദുഃഖമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ സിയാനൻ്റെ കല്യാണത്തിന് ഒരു 3 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആയിരുന്നില്ല കല്യാണം. ഞങ്ങളെല്ലാവരും സാരിയെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. പക്ഷേ കല്യാണം ഞങ്ങളൊക്കെ ആ ഒരു പ്ലാനിങ്ങിൽ നിന്നൊക്കെ മാറി. ആ മരിച്ച് 3-4 ദിവസം കഴിയുമ്പോഴായിരുന്നു കല്യാണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്ര ആ ഒരു എന്താ പറയുന്നത്, ആ മുമ്പത്തെ ഒരു സന്തോഷത്തിലൊന്നും കല്യാണം കൂടാൻ പറ്റിയില്ല. സിയാനൻ്റെ മെഹന്തിയാണിത്. ഇനി സിയാനൻ്റെ മെഹന്തി കല്യാണമാണ്. അപ്പോൾ മെഹന്തി കല്യാണം കാണാം. അസർ എന്നാണ് സിയാനൻ്റെ മാപ്പിളിൻ്റെ പേര്. അസ്റൂന്ന് ഞങ്ങൾ വിളിക്കല്. ഒരു അടുത്ത് തന്നെ പോരട്ടെ, നമുക്കെല്ലാം അറിയുന്ന തന്നെ ചെക്കന്. എൻ്റെ അനിയൻ്റെ എല്ലാം വലിയ ചങ്ങായി. അങ്ങനെ മൈലാഞ്ചി മംഗലെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മംഗലായി. ഇത് ഹാളിലായിരുന്നു മംഗലുണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ മംഗലത്തിന് ഇങ്ങനെ പുതിയാപ്പിളിൻ്റെ പാട്ടെല്ലാം പാടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. പുതിയാപ്പിളിൻ്റെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് പിന്നെ പുതിനാട്ടിനും പാട്ടുപാടി കൊണ്ടുവരും. പുതിനാട്ടിനും പുതിയാപ്പിളിനും രണ്ടാളും സ്റ്റേജിലേക്ക് എത്തുന്ന വരെ ഇങ്ങനെ പാട്ട് പാടിയിട്ട് തന്നെയായിരിക്കും കൊണ്ടുവരാം. പുതിയാപ്പിളിയും പുതിനാട്ടിയെല്ലാം ഒരു ഹായ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് പിന്നെ സ്റ്റേജിലേക്ക് പുതിനാട്ടീനെ കൊണ്ടുവരും. പിന്നെ പുതിനാട്ടിക്കും പുതിയാപ്പിളക്കും പാല് കൊടുക്കുന്ന ചടങ്ങാണ്. ഹോളിലെ മംഗലം പുരയിലത്തെ മംഗലം തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. പുരയിലത്തെ മംഗലമാണ് ഏറ്റവും രസം, നല്ല പൊലിസ ഉണ്ടാവില്ല. ഹോളത്തെ മംഗലം പെട്ടെന്ന് കഴിയും. അങ്ങനെ പാലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കലായിരിക്കും. പുരക്കാരും ഫാമിലിയും എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കലായിരിക്കും. ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉപ്പാൻ്റെ വലിയ ഫാമിലിയാണ്, കുറേ മക്കളെല്ലാം ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുടുംബമാണ്, കുറേ ആൾക്കാരുണ്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനെല്ലാം ആയിട്ട്. പിന്നെ ലാസ്റ്റ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും സിംഗിളായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഹോളിൽ മംഗലം ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് കഴിയും. പിന്നെ പുതിയാപ്പിള സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പുതിയാപ്പിളക്ക് ഇങ്ങനെ എല്ലാവരും പൂവും മാലയിലോട്ടിട്ട് ഇങ്ങനെ സ്വീകരിക്കും. നമ്മളെ ഫാമിലിയിലത്തെ ഓരോ ഫാമിലിത്തെ 2 ഫാമിലിത്തെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കാരും ഫ്ലവർ കൊണ്ട് തന്നിട്ട് ജെന്നുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ജെന്നുക്ക് പുതിയാപ്പിള കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്ന്.
അപ്പോൾ ഞാൻ ബി എൻ സിനും കൂട്ടിക്കൊണ്ട് പോയിട്ട് കൊടുപ്പിച്ച് കൊല്ലമ്പാടിൽ നിന്ന് ഉമ്മാവും പുത്തും എല്ലാം വന്നിന് മംഗലത്തിന്. ആദ്യമേ കുറച്ച് സമയം ദുൽഖർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്റ്റേജിലിരുത്തിയിട്ട് കുറച്ച് കളിപ്പിച്ചിട്ട് അപ്പോൾ ഞാനെടുത്ത് വീഡിയോ ചെയ്ത്. ദുൽഖർ എൻ്റെ കുഞ്ഞാൻ്റെ പുള്ളി, സലാമിച്ചാൻ്റെ കുബ്രമ്മാൻ്റെ മോന്. അങ്ങനെ മംഗലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തെ ഫംഗ്ഷനാണ്. രാത്രി ചെക്കന് പെണ്ണിൻ്റെ പേർക്ക് വരലാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാം. അപ്പോൾ ചെക്കൻ വരുമ്പോഴത്തേക്ക് ചെക്കൻ്റെ ഫ്രണ്ട്സും എല്ലാം വരുന്നുണ്ടാവും എന്ന് വെച്ചിട്ട് അപ്പോൾ ഓർക്കൊരു വിരുന്നാക്കും, വലിയ വിരുന്ന്, അപ്പങ്ങളും ഫുഡും എല്ലാം ആയിട്ട് വലിയൊരു വിരുന്നാക്കും. അങ്ങനെ ഇപ്പോൾ ഇത് അപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറേ അപ്പങ്ങളെല്ലാം മൂത്തമ്മാൻ്റെ അനിയത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കോഴിക്കോട്ടാറാണ്, അപ്പോൾ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓറും കുറേ ടൈപ്പ് അപ്പമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും രാത്രി വന്നിട്ടുണ്ട്. നമ്മളടുത്തുള്ള ഞങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ മൂത്ത അടുത്ത് ആണ് ഈ മൂത്താൻ്റെ പോരെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ മംഗലത്തിനെല്ലാം അങ്ങനെയാണ്. മംഗലം കഴിഞ്ഞെങ്കിലും രാത്രിയത്തെ ഫംഗ്ഷനും എല്ലാം എല്ലാവരും കൂടും. ആ ഒരു പുതിയാപ്പിള വരുന്ന സമയത്തെല്ലാം എല്ലാവരും ഉണ്ടാവും, പാട്ട് പാടാനും പുതിയാപ്പിളിനെ റാക്ക് ചെയ്യാനെല്ലാം ആയിട്ട്. ഇത് തന്നെയാണ് മൂത്തമ്മാൻ്റെ അനിയത്തി അസീന. ഓർ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ ഓറുണ്ടാക്കിയ ബിരിയാണിയെല്ലാം ഞാൻ കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ കസിൻസാണ് കാണുന്നത്. മസ്റു, മഞ്ചു, നാസിം, സിയാദ്, ഫസലു, സായിദ്, പിന്നെ അത് സലാമിച്ചാൻ്റെ മോന് ദുൽഖർ, പിന്നെ ഇത് ചെപ്പു. അങ്ങനെ പുതിയാപ്പിൾക്കും ചങ്ങായിമാർക്കുള്ള ചായ എല്ലാം കൊടുത്ത് അതിൻ്റെ ഫുഡാണ്. അപ്പോൾ ഫുഡെല്ലാം ഇപ്പോൾ സെറ്റാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറേ ഐറ്റംസ് ഉണ്ടാവും പുതിയാപ്പിൾക്ക്. ഇത് ആടിൻ്റെ തലയാണ്. അപ്പോൾ ഇതെല്ലാം സ്പെഷ്യലാണ്. കാസർഗോഡ് ഇങ്ങനെ പുതിയാപ്പിൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. കാസർഗോഡ് മംഗലത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് കേട്ടോ പുതിയാപ്പിള രാത്രി വരുന്നത്. പുതിയാപ്പിളയും ചങ്ങായിമാർ രാത്രി വരുന്നത്. അപ്പോൾ ഫുഡ് ആക്കുന്നതിൽ ഭയങ്കര ഗ്രാൻഡായിട്ട് ഉണ്ടാവും. നല്ലോണം ഫുഡെല്ലാം ഉണ്ടാക്കും, പലതരത്തിലുള്ള അപ്പങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം ഫുഡെല്ലാം വിളമ്പെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിൻ ബ്രദേഴ്സാണ് എല്ലാവരും, ഓരാണെല്ലാം സെറ്റാക്കുന്നുള്ളത്. ഈ ഫുഡെല്ലാം അധികം പുറത്തുനിന്ന് ഓർഡർ ആക്കിയതാവേ. നമ്മൾ ഹോളിൽ മംഗലമായതുകൊണ്ട് തന്നെ അങ്ങനെ പുരയിലാരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി പിന്നെ ഉണ്ടാക്കാൻ ആളാക്കിയിട്ടാണ് പുറത്തുനിന്ന് ഫുഡെല്ലാം ഓർഡർ ആക്കിയത്. അപ്പങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറേ അപ്പങ്ങൾ ഓർഡർ ചെയ്ത് കുറച്ച് മൂത്തമ്മാൻ്റെ അനിയത്തി ഉണ്ടാക്കി. ഇതാണ് ഞങ്ങൾ അബ്ദുല്ല, എൻ്റെ മൂത്താൻ്റെ മോൻ അസർപ്പിച്ചാൻ്റെ മോനാണ്. ഞാൻ പോകുമ്പോൾ ചെറുത്തുണ്ടായത്. ഈ വെള്ളയിട്ട 2 ആളാണ് പുതിനാട്ടിൻ്റെ അനിയന്മാർ, സിയാദും സായിദും. പിന്നെ ഇത് നാസിമിനെയും സിയാദിനും സായിദിനും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം സെറ്റാക്കി വെച്ച്. ഇതാണ് പുതിനാട്ടിൻ്റെ ഇച്ച അസർപ്പുച്ച, എൻ്റെ മൂത്താൻ്റെ മോന്, നേരത്തെ കാണിച്ച അബ്ദുല്ലാൻ്റെ ഉപ്പ. ഇനി അപ്പങ്ങളുണ്ട് കുറച്ച്, അപ്പോൾ അതെല്ലാം സെറ്റാക്കുന്നുണ്ട്. നെയ്പ്പത്തലുണ്ട്, പൊറോട്ടയുണ്ട്, പത്തലുണ്ട്, പിന്നെ ഞങ്ങളെ കാസർഗോഡ് സ്പെഷ്യൽ പുളിവാളം എന്ന് പറയുക അതുണ്ട്. കാസർഗോഡ് സ്പെഷ്യൽ തന്നെയാണ് കൽത്തപ്പ, അതുണ്ട്. അങ്ങനെ കുറേ തരമുണ്ട്. പുതിയാപ്പിളയും ചങ്ങായിമാരെല്ലാം ഫുഡ് കഴിച്ചിട്ടായിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ആടെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിച്ച്. പുതിയാപ്പിള ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതിൻ്റെ വിഷയം പറയുന്നുണ്ട്. പിന്നെ ജിയാനാൻ്റെയും അസറിൻ്റെയും പുതിയാപ്പിളിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തത് ലാസ്റ്റ്. ഇനിയിപ്പോൾ പുതിയാപ്പിൾക്കും പുതിനാട്ടിക്കും പാൽ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ പാൽ കൊടുക്കാൻ മൂത്തമ്മ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് റാഗാക്കാൻ വേണ്ടിയിട്ട്. ഒരു വാതിൽ തുറക്കലും നമുക്ക് റാഗ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവർ തുറക്കലും നമ്മൾ കയറിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് റാഗിങ് കാര്യങ്ങൾ പാട്ട് പാടലും അങ്ങനെയെല്ലാം. അങ്ങനെ പെണ്ണിന് ചെക്കൻ്റെ പറയുന്നത് അങ്ങനെ റാഗിങ്ങും എല്ലാം ചെയ്യും. അപ്പോൾ അതിലാണ് ഞങ്ങൾ മംഗലത്തിൻ്റെ കുറേ വിശേഷങ്ങൾ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Thank you for watching.